കൊച്ചി ലേ മെറിഡിയനിൽ ഡിന്നർ ബുഫേ കഴിക്കാനായിട്ട് 2 കൂപ്പൺ കിട്ടി. ഫുൾ എമൗണ്ട് കൊടുത്ത് നമുക്കത് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കൂപ്പൺ കിട്ടിയപ്പോൾ ഏതായാലും കഴിച്ചേക്കാമെന്ന് ഓർത്തു. കുറച്ച് നേരത്തെ തന്നെ അവിടെ ചെന്നു. പുറത്തോട്ടേക്ക് നടന്ന് ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. കൊള്ളാം. ഫൗണ്ടൻസ് എല്ലാം ആ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റേതായ എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ നമുക്കത് ഫീൽ ചെയ്യുമായിരുന്നു അത് ചെല്ലുമ്പോൾ തന്നെ. ഞാൻ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ ഭയങ്കര ഒരു നല്ലൊരു ഏരിയ, വിശാലമായ റിസപ്ഷൻ ഏരിയയും കാര്യങ്ങളൊക്കെയാണത്. പിന്നെ ഒരു പൂൾ സെക്ഷൻ ഉണ്ട് അവിടെ. കൊള്ളാം. അതെല്ലാം അത് നല്ല ഒരു വൃത്തിയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. കുറച്ച് നേരമൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞാൽ വിശപ്പ് നമുക്ക് കൂടി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നേരം ഒന്നും പുറത്ത് നിന്നില്ല, നേരെ പോയി കഴിക്കാമെന്ന് ഓർത്ത് അങ്ങനെ അങ്ങ് റെസ്റ്റോറൻറ്റ് സെക്ഷനിലേക്ക് വന്നു. അത് ആദ്യം തന്നെ സ്റ്റാർട്ടേഴ്സിൻ്റെ സെക്ഷനിൽ 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ചിക്കൻ, ഫിഷ്, പിന്നെ ഒരു വെജ് ഐറ്റം ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു. അതെ, വെജിൻ്റെ സെക്ഷനിലേക്ക് മെയിൻ കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറ്, പിന്നെ അതിന് പറ്റിയ കുറേ അതിൻ്റെ സൈഡായിട്ടുള്ള കുറച്ച് കറികളെല്ലാം ഉണ്ടായിരുന്നു. ഇനി നോൺ വെജിൻ്റെ സെക്ഷനിലേക്ക് പോയിരുന്നുണ്ടെങ്കിൽ ആദ്യം കപ്പ, ഫിഷ്, പിന്നെ ഒരു ബീഫ് റോസ്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ സൈഡായിട്ട് കാണുന്ന അച്ചാർ, ഉപ്പിലിട്ട്, മാങ്ങ, കാന്താരിമുളക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം. ഈ പറഞ്ഞ കപ്പയും ഫിഷും ഒക്കെ നല്ല സൂപ്പർ കോംബോ ആയിരുന്നു. അതുപോലെ അവരുടെ എനിക്ക് കഴിച്ചാൽ ഏറ്റവും കിടിലമായിട്ട് തോന്നിയത് അവരുടെ ആ ഒരു അപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു. അത് സൂപ്പറായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ്റെ സൂപ്പ് ഉണ്ടായിരുന്നത്, അതും കിടിലായിരുന്നു. ഇതുവരെ കഴിച്ച സൂപ്പുകളിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും കിടിലൊരു സൂപ്പായിരിക്കും അവിടെ കിട്ടിയത്. പിന്നെ ഈ പറഞ്ഞാൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ സംഭവങ്ങൾ, പാസ്ത പോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും അത്രയും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല. നൂഡിൽസ് കുറച്ച് സ്പൈസി ആയിരുന്നു, പക്ഷേ കൊള്ളായിരുന്നു. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ബ്രെഡിൻ്റെ സെക്ഷൻസ് എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് തന്ന് കഴിച്ചു നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഹാമസ്, അതുപോലെയുള്ള കുറേ ടൈപ്പ് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്ര അങ്ങോട്ട് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയെല്ലാം സൂപ്പറായിരുന്നു. അവർക്ക് സലാഡ്സിൻ്റെ വലിയ സെക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അത്രയും എണ്ണം സലാഡ്സ്, ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കേക്ക്, ഡെസേർട്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കേക്ക് തന്നെ ഒരു 8-10 ടൈപ്പ് കേക്കുകൾ, ബ്രൗണീസ്, പിന്നെ മൈസൂർ പാക്ക്, കാജു ബർഫി, അങ്ങനെ പായസം 2-3 ടൈപ്പ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതിൽ നല്ലൊരു അനുഭവമായിരുന്നു നമുക്കതിൽ മെറിഡിയൻ്റെ ഒരു ഈവനിങ്.